കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കല്യാണം ഏതായാലും നടന്നില്ല എന്ന് കരുതി കാത്തിരിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ജീവിതം ഈ ഫസ്റ്റ് നൈറ്റ് മുതൽ അങ്ങ് തുടങ്ങാം. നാളെ നേരം വെളുക്കുമ്പോ തനിക്ക് ഇതുവരെ എന്നോടുണ്ടായിരുന്ന ദേഷ്യവും പിണക്കവും ഒക്കെ മഞ്ഞുപോലെ അലിഞ്ഞു തീരും. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? നിൽക്കുകയോടെ നീ ഇതെവിടെ പോവാ? കുടിക്കേ കുടിക്ക. ഇതാണ് എന്റെ കുഴപ്പം. എന്തൊരു ദേഷ്യത്! ഇത്രയും ദേഷ്യം ഒരു പെണ്ണിനെ പാടില്ല. അതും എന്നെ പോലെ ഒരാളൊരുത്തന്റെ മുമ്പിൽ. ഈ ദേഷ്യം മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. മര്യാദയുടെ ഭാഷ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വെറുതെ ബലം പിടിച്ച നാളെ നേരം വെളുക്കുമ്പോ നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അസലായിരിക്കുന്നു. എന്തൊരു കോലമാടായത്! അവള് തലക്കിട്ട് അടികൊണ്ട് നീ അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും. എടാ, ഇങ്ങനെ നെടുനീളത്തെ മീശം വെച്ച് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. തലയിൽ ആള് താമസം വേണം. കൊണ്ടുപോയി പിടിച്ചു കെട്ടിയിട്ട് അവള് നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ആരാ നിനക്ക് ബുദ്ധി പറഞ്ഞെന്ന്? എടാ, തന്നിഷ്ടത്തിന് ഓരോ ഏടാകൂടങ്ങൾ ഉണ്ടാക്കി വെച്ചതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായില്ലയോ? ഇനിയിപ്പൊ കല്യാണം എന്ന് പറഞ്ഞ് അവിടെ മുമ്പിൽ ചെന്ന് നിനക്ക് നിൽക്കാൻ പറ്റുമോ? അതിനിപ്പോ അവൾ എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ ആർക്കറിയാം? അവളെങ്ങും പോവില്ല. എവിടെ പോയി വിളിച്ചാലും ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഓ പിന്നെ, നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ അവള് നിന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരാൻ. എടാ, വഴിയോരത്ത് തെണ്ടി തിരിഞ്ഞ് അറിഞ്ഞ നിന്നെ ദത്തെടുത്ത് എന്റെ മോനായിട്ട് വളർത്തിയതേ നിന്നെ പറ്റി ചില ഉദ്ദേശങ്ങൾ എനിക്കുള്ളത് കൊണ്ടാ. ഇനിയിപ്പോ നിന്നെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാശിന് കൊള്ളാത്ത ഒരു അഴകുഴമ്പൻ. ഡാഡി സമാധാനപ്പെടും. ഒരബദ്ധം പറ്റിപ്പോയി. ഇനി റോണിയെ പറ്റിച്ചിട്ട് അവൾ അധികകാലം ജീവിക്കില്ല. പൊങ്ങച്ചം പറയാത്ത നീ അത് ചെയ്ത് കാണിക്കുക. എന്നിട്ട് നീ ഇനി എന്റെ മുമ്പിൽ വന്ന് സംസാരിച്ചാ മതി.